ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് ഒന്ന് മെക്സവന് പോയതാണ്. മെക്സവൻ രാവിലെ ഒരു എക്സസൈസ് കുറേ ദിവസം ചെയ്യാത്തത് കൊണ്ട് ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു 5-8 ദിവസമായിട്ട് രാവിലെ എക്സസൈസിന് പോവാതിരുന്നത് കൊണ്ട് എൻ്റെ കൈ കാലൊക്കെ എനിക്കൊരു ബലം വെച്ചതുപോലെയും ഒരു തടി കൂടിയതുപോലെയൊക്കെ നമുക്ക് ഒതുങ്ങാത്ത രീതിയിലായി എന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് വീണ്ടും മെക്സവന് വേണ്ടി പോയി 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നടന്ന് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ശരീരത്തിനൊരു മുമ്പ് ചെയ്തിരുന്ന പോലെ ഒരു സുഖകരമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് താരതമ്യപ്പെട്ടുകൊണ്ട് ഒരു സുഖകരമായ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസത്തെ ലീവിന് ശേഷം ചെന്നതുകൊണ്ട് നമ്മൾ സ്ത്രീകളൊക്കെ പ്രസവം കഴിഞ്ഞ് ആദ്യമായിട്ട് നിസ്കരിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവിക്കുന്നതാണല്ലോ. എന്ന പോലെ എൻ്റെ കൈയും കാലും ഒക്കെ എനിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ മടങ്ങേണ്ടോടത്ത് മടക്കാനും ഇരിക്കാനും ഒക്കെ ഒരു പ്രയാസം തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ എന്തിനാണിത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തെ ഒരു എക്സസൈസിലൂടെ രാവിലെ എണീറ്റ് ഇതൊരു പതിവാക്കി കഴിഞ്ഞാൽ, ഇത് മെക്സവൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, മറ്റ് എന്തെങ്കിലും കുറച്ച് എക്സസൈസുകൾ, ഒന്നുകിൽ അരമണിക്കൂർ നടക്കലോ ഓടലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോണി ഇറങ്ങി കയറുക, അത് നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ അതായത് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലല്ല, പക്ഷേ നമ്മുടെ ആരോഗ്യം അത് കുറേയൊക്കെ നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിധി പോലെ വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിധി തന്നെയാണെങ്കിലും കൂടെ നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കാക്കുന്നത് നമ്മളും കൂടിയാണ്. അതായത് ഇപ്പോൾ സ്ത്രീകൾ സാധാരണ പറയും, എനിക്കൊന്നിനും സമയമില്ല, അടുക്കളയിൽ നിന്ന് തിരിയാൻ നേരമില്ല. അതുതന്നെ എൻ്റെ വലിയൊരു എക്സസൈസാണ്. പക്ഷേ അടുക്കളയിലുള്ള ജോലി എന്ന് പറയുന്നത് ഒരു എക്സസൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തേങ്ങ അമ്മിമ്മൽ അരച്ചിട്ടും അരി ഉരലിലിട്ട് ഇടിച്ചിട്ടും ഒക്കെ ആയിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ശരീരം ഇളകുന്ന രീതിയിൽ ബെൻഡുകളൊക്കെ ഒടിയുന്ന അല്ലെങ്കിൽ വളയുന്ന അങ്ങനെയുള്ള ഒരു വെള്ളം കോരുന്ന ജോലി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ ഇപ്പോൾ. പിന്നെ ഇങ്ങനെ അടുക്കള ജോലി നമുക്കൊരു എക്സസൈസായി മാറുന്നത്. അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നിന്നുകൊണ്ട്, അത് മേശപ്പുറത്ത് അല്ലെങ്കിൽ ടോപ്പപ്പിൽ ഗ്യാസ് സ്റ്റവ് വെച്ചുകൊണ്ട് അവിടെയുള്ള കുക്കിംഗ് അല്ലേ, അത് നമ്മുടെ ശരീരത്തിന് എന്ത് എക്സസൈസാണ് തരുന്നത്? സമയമില്ല എന്നുള്ളത് ശരിയാണ്, സമയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 24 മണിക്കൂറിൽ നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ, അത് നമുക്ക് ചില പൊടിക്കൈകളിലൂടെ അല്ലെങ്കിൽ ചില ആസൂത്രണങ്ങളിലൂടെ നമുക്ക് വേണം എന്ന് കരുതിയാൽ അതിന് സമയം ഉണ്ടാവും. അല്ലാതെ ഒന്നിനും സമയമില്ല, ഈ ഒരു മക്കളെ നോക്കുന്ന കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ അടുക്കളയിലെ പണിക്ക് മാത്രമേ സമയമുള്ളൂ എന്ന് വെച്ചാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അത് ഇൻറ്റൻഷൻ പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മെക്സവൻ എക്സസൈസ് നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് സലാഹുദ്ദീൻ ഡോക്ടർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു എക്സസൈസിൻ്റെ ഗുണം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്കതിന് അത്ര വില തോന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സുഖക്കേടുകൾ വരുമ്പോഴാണ് നമ്മളെ ശരീരത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു എക്സസൈസിന് നമ്മൾ ഒരുങ്ങുക. ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ നമ്മളുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ നീക്കി വയ്ക്കുക. എങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ കുറച്ചു കാലം ജീവിക്കാൻ കഴിയും. ആരോഗ്യമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞ ഒരു 45-50 വയസ്സാകുന്നതോടുകൂടി കാലുവേദന, കൈവേദന, അതുപോലെ പൊണ്ണത്തടി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പിന്നെ പറയും വേണ്ട. അത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാക്കാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ചിലവഴിക്കാം. ഓക്കെ, എന്താ അതിന് റെഡിയല്ലേ?